75-ൽ നിന്ന് ഒരു 2,75,000-ലേക്ക് അടുത്ത ഭൂരിപക്ഷം ഉയർത്താനുള്ള അബ്കി ബാർ 400 പാർ 470+ എന്ന് പറയുന്ന മന്ത്രമോദി തുടങ്ങിയാൽ എല്ലാ സുമനസ്സുകൾക്കും പാദത്തിൽ തൊട്ട് അവരെ വാരിപ്പുണർന്ന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഹായ്, നമസ്കാരമില്ലേ? സന്തോഷം പങ്കുവയ്ക്കാനുള്ളതല്ല, സന്തോഷം എല്ലാവരുടെയും അവകാശമാണ്. ഞാനിപ്പോൾ പങ്കുപറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷമാണ്, നിങ്ങളുടെ ആഹ്ലാദമാണ്. തൃശ്ശൂരിൽ ഒരുപക്ഷെ രാഷ്ട്രീയമുള്ളതും രാഷ്ട്രീയം തീരെ ഇല്ലാത്തതും രാഷ്ട്രീയം ഒട്ടുമേ താല്പര്യമില്ലാത്തതും ഇഷ്ടമല്ലാത്തതുമായ ഒരു വലിയ സമൂഹത്തിൻ്റെ ആഹ്ലാദമാണ് ഞാനിപ്പോൾ പങ്കുപറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, അത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കുറിക്കുമ്പോൾ, ഈ ഒരു എഴുത്തിന് എന്ത് വജ്ര പകർച്ചയാണ് ചാർത്തി നൽകേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും. 79 വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതത്തിന് ഇതിൻ്റെ രചന കുറിക്കാൻ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സാധിച്ചു. ത്യാഗപൂർണമായ മുന്നേറ്റമായിരുന്നു പ്രസ്ഥാനത്തിൻ്റേത്. ആ പ്രസ്ഥാനം രൂപകൽപ്പന ചെയ്ത ജനാധിപത്യ സംവിധാനത്തിലേക്കുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ അംശം എന്ന് വിളിക്കപ്പെടുന്ന ഭാരതീയ ജനതാ പാർട്ടി, ആ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് ശ്രീമാൻ വാജ്പേയിയുടെയും എന്ത് വാക്ക് ചേർത്തുകൊണ്ടാണ് ആ പേര് ഉച്ചരിക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും വ്യക്തതയില്ല. അതിനപ്പുറം വലിപ്പമുള്ള LK അദ്വാനിജിയും ഒക്കെ ചേർന്ന് ഒരു പുതിയ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ കക്ഷിയും ആദരിക്കാത്ത തരത്തിൽ മര്യാദയും ആദരവും പകർന്നുകൊണ്ട് ഒരു ജനഹിത ഭരണ സംവിധാനം എന്ന് പറയുന്നത് രൂപീകരിക്കാൻ, അത് രൂപീകരിച്ചതിന് ശേഷവും 2 പ്രാവശ്യവും അരാഷ്ട്രീയം എന്ന കിരാതം ഉപയോഗിച്ച് തള്ളിയിട്ടെങ്കിലും ഏതാണ്ട് 6 വർഷവും 1 മാസവും 13 ദിവസവും നീണ്ട പ്രയാണത്തിന് ഒരുപക്ഷെ ഒരു തുടർച്ച 2004 മുറിക്കപ്പെട്ടു പോയെങ്കിലും ആ മുറിക്കപ്പെട്ടതിലെ രാഷ്ട്രീയ അധമ സ്ഥാപനം 10 വർഷം ഇന്ത്യൻ ജനതയ്ക്കും അതുവഴി ലോകത്തിനും നൽകിയ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു വിവർണ മുഖം അനുഭവമാണ് ഒരുപക്ഷെ ദൈവം തന്നെ ശിക്ഷയെന്നോണം 2014 എക്കാലത്തെയും നമ്മുടെ രാഷ്ട്രത്തിലെ ശക്തനായ, ലോകം അംഗീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്സ്മാൻ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദൈവ അനുഗ്രഹം പോലെ ഭാരതീയനും ദൈവ ശിക്ഷ പോലെ ആ അധമ ചിന്താഗതിക്കാർക്കും നല്ലൊരടി സമ്മാനിച്ചത്. ആ അടിയേറ്റ് വാങ്ങി തുടങ്ങിയവർ ഇന്ന് കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും ഉൾപ്പെട്ട് ഉഴലുകയാണ്. പക്ഷെ അവരുടെ ശക്തിയും നമുക്ക് ആവശ്യമാണ്. ജനഹിത ഭരണത്തിന് വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ആദരിക്കുന്നതാണ്. പക്ഷേ ദേശം നമ്മുടെ പൂർണ്ണമായ ദേശമാണ്, നമ്മുടെ ആദ്യത്തെ ദൈവം. ആ ദേശത്തെ പ്രജാ ദൈവങ്ങൾ
അവരുടെ ദേശസങ്കല്പത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ശരി തന്നെ ആ വിഘടനവാദത്തെ അടിച്ചമർത്തുക തന്നെയാണ് വേണ്ടത്. രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ മുന്നേറ്റത്തിന്, വളർച്ചയ്ക്ക്, വലിപ്പ വർധനയ്ക്ക് വേണ്ടി മാത്രം അഹോരാത്രം പണിയെടുക്കുന്ന മൂന്നാം മോദി സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടും എന്നുള്ളത് കഴിഞ്ഞ 2 തവണയും 1.0 ആയാലും ശരി തന്നെ 2.0 ആയാലും ശരി തന്നെ വ്യക്തമായി പറഞ്ഞതൊക്കെയും അതിനപ്പുറവും ചെയ്ത് തീർക്കാൻ അവർക്ക് പ്രാപ്തിയുണ്ടായിരുന്നു. അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. മൂന്നാം മോദി സർക്കാർ അതിനേക്കാൾ തിളക്കമാർന്ന, ഒരുപക്ഷെ ഇത് നമുക്ക് ഒരുപാട് സന്തോഷം പകർന്ന വലിയ ആഘോഷത്തിലേക്ക് പോകാൻ നമ്മളെ ഭരണം നേടിയെങ്കിലും നമ്മളെ വലിച്ചു കൊണ്ടുപോകാത്ത അവസ്ഥ ജനങ്ങളുടെ തീരുമാനത്തിൽ ഉണ്ടായത് അതൊരു താക്കീതായിട്ടല്ല, നമുക്കൊരു പാഠമായിട്ട് മാത്രമാണ് ഉൾക്കൊള്ളേണ്ടത്. അതിൻ്റെ അംശം ഇവിടെ ശ്രീ അനീഷ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അഹങ്കാരം വേണ്ട. ചെറിയൊരു തല്ല് നമുക്കും കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയ കക്ഷി നിയന്ത്രിക്കുന്ന രാഷ്ട്ര ഭരണത്തെ പ്രത്യയശാസ്ത്രപരമായി നയിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പുതിയ പാഠങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, അത് ജനത്തിൻ്റെ തീരുമാനത്തിൽ ചില ശോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരുപക്ഷെ അബ് കി ബാർ 400 പാർ എന്ന് ഇന്ന് മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത്. അബ് കി ബാർ 400 പാർ 470+ എന്ന് പറയുന്ന മന്ത്രമോദി തുടങ്ങിയാൽ നമ്മൾ 400 കടക്കും. ആ 400 കടക്കുന്നതിലേക്കുള്ള ഭരണ മികവ് ഞാനും കൂടി ഉൾപ്പെടുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കർമ്മ നിരതനായി തൃശ്ശൂർ എന്നെ വിശ്വസിച്ച്, തൃശ്ശൂരിലൂടെ കേരളം എന്നെ വിശ്വസിച്ച്, കേരളത്തിലൂടെ ഭാരതത്തിലെ കേരളത്തിൻ്റെ ഈ ഒരു ഉത്തരവാദിത്വം പേറി നിൽക്കുന്ന അവസ്ഥയിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിർവഹണം പ്രതീക്ഷിക്കുന്ന വലിയ സമൂഹത്തിനുള്ള നന്ദി അറിയിച്ചുകൊണ്ടും, പുതിയ വാഗ്ദാനങ്ങളല്ല പ്രവർത്തന മികവുകളുടെ ഒരു നിര തന്നെ ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷം, എൻ്റെ കുടുംബത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ അഭിമാനം, ഭാരതീയ ജനതാ പാർട്ടിക്ക് നേടാൻ സാധിച്ച ചരിത്ര വിജയം എന്ന് പറയുന്നതിൽ അതിൽ എൻ്റെ കുടുംബവും എൻ്റെ സ്വർഗീയരായ മാതാപിതാക്കളും പൂർവികരും ഒരുപക്ഷെ ജനസംഘത്തിന് വേണ്ടി ജീവനത്യാഗവും നടത്തിയ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവരൊക്കെ ഒരുപാട് അഭിമാനിക്കുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും. എല്ലാവരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് മുമ്പോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള, പ്രവർത്തന ബലത്തിന് വേണ്ടിയുള്ള, തിളക്കത്തിന് വേണ്ടിയുള്ള, അതുവഴി ഇപ്പോൾ നേടിയ 75-ൽ നിന്ന് ഒരു 2,75,000-ലേക്ക് അടുത്ത ഭൂരിപക്ഷം ഉയർത്താനുള്ള പ്രവർത്തന മികവ് കാഴ്ചവെക്കുവാനുള്ള പ്രാർത്ഥന എല്ലാവരും നടത്തണമെന്ന് മാത്രമാണ് മതത്തിനതീതമായിട്ടുള്ള എന്നെ സഹോദരനെ പോലെയും ഒരു അച്ഛനെ പോലെയും മകനെ പോലെയും കരുതി അവരോധിച്ച് എല്ലാ സുമനസ്സുകൾക്കും പാദത്തിൽ തൊട്ട് അവരെ വാരിപ്പുണർന്ന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.